Guys, welcome to MedHead. അപ്പോൾ ഈ നോക്കാൻ പോകുന്ന കോംപ്ലക്സേഷൻ ആൻഡ് പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. സോ ബേസിക്കലി എന്താണ് കോംപ്ലക്സേഷൻ? സോ കോംപ്ലക്സേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ കോവാലന്റ് ബോണ്ടോ അല്ലെങ്കിൽ നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ടുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷനെയാണ് നമ്മൾ കോംപ്ലക്സേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ എന്താണ് ലിഗാൻഡ്? ലിഗാൻഡ് എന്ന് വെച്ചാൽ രണ്ട് മോളിക്യൂൾ തമ്മിൽ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിഗാൻഡ് എന്ന് പറയുന്നത്. സോ ബാക്കി കോംപ്ലക്സ് കോർഡിനേഷൻ കോംപ്ലക്സ് പ്രോപ്പർട്ടീസ് ഓൾട്ടേർഡ് ബൈ കോംപ്ലക്സേഷൻ ഫോഴ്സ്ഡ് ഇൻവോൾവിംഗ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഒരു കോംപ്ലക്സേഷനെ എന്തൊക്കെ ഓൾട്ടർ ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടീസ് ഓൾട്ടർ ചെയ്യും എന്ന് വെച്ചാൽ സോലബിലിറ്റി, സ്റ്റെബിലിറ്റി, പാർട്ടീഷൻ കോഎഫിഷ്യന്റ്, എനർജി അബ്സോർപ്ഷൻ ആൻഡ് കണ്ടക്ടൻസ് വരാം. ഇനി എന്തൊക്കെ ഫോഴ്സുകൾ അതിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്? കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാവാറുണ്ട്, കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഉണ്ടാവാറുണ്ട്, വാണ്ടർവാൾ ഫോഴ്സ് ഉണ്ടാവാറുണ്ട്, ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവാറുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവാറുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഇതിന് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും വെച്ച് വേണമെങ്കിലും എന്താണ് കോംപ്ലക്സേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് കോംപ്ലക്സേഷൻ നോക്കാൻ പോവാണ്. മെറ്റൽ ആൻഡ് കോംപ്ലക്സ് ഉണ്ട്. ഇനോർഗാനിക് ടൈപ്സ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചീലേറ്റ്സ് ആൻഡ് ഒലിഫിൻ ടൈപ്പ് ആൻഡ് അരോമാറ്റിക് ടൈപ്പ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനിക് മോളിക്കുലർ കോംപ്ലക്സ് ആണ്. ക്വിൻ ഹൈഡ്രോൺ ടൈപ്പ്, picric acid type, caffeine and other drug complex and polymer type. And next one is non-bonded or inclusion അല്ലെങ്കിൽ occlusion compounds ആണ്. chan lactic type, layer type, clathrate and monomolecular type and macromolecules type. So basically metal ഉണ്ട്, organic molecules ഉണ്ട് and non-bond അല്ലെങ്കിൽ occlusion complex ഉണ്ട്. So കോംപ്ലക്സേഷന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് ഒരു ലിക്വിഡ് ഡ്രഗിനെ സോൾട്ട് കോംപ്ലക്സ് ആയിട്ട് മാറ്റാനായിട്ട് കോംപ്ലക്സേഷൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി വോൾട്ടേലിറ്റി, അതായത് ഡ്രഗ്സിന്റെ വോളറ്റൈലിറ്റി കുറച്ചുകൊണ്ട് അതിന് സ്റ്റെബിലൈസ് ആക്കാൻ വേണ്ടിയിട്ട് കോംപ്ലക്സേഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് സോൾട്ട് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, അതായത് സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. കെമിക്കൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇൻഹിബിറ്റ് കെമിക്കൽ റിയാക്ടിവിറ്റി, കെമിക്കലിന്റെ റിയാക്ടിവിറ്റി കുറച്ചുകൊണ്ട് സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. ആൻഡ് സോലബിലിറ്റി ആണ് കൂട്ടാനായിട്ട് പറ്റും. കഫീൻ വിത്ത് പാബയാണ് എക്സാമ്പിൾ. ആൻഡ് ഡിസൊല്യൂഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രഗിന്റെ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ബോഡിയിൽ ഡ്രഗ് എത്രത്തോളം ഡിസൊല്യൂട്ട് ആകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അത് കൂട്ടാനായിട്ട് പറ്റും. ആൻഡ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ആണ്, അതായത് പാർട്ടീഷൻ ബിഹേവിയറിനെ പോലും ഓൾട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് അബ്സോർപ്ഷൻ ആൻഡ് ബയോ അവൈലബിലിറ്റി, അബ്സോർപ്ഷൻ ആയാലും ബയോ അവൈലബിലിറ്റി അഫക്ട് ചെയ്യുന്നുണ്ട്. ടോക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആന്റിഡോട്ടായിട്ട് പല മെറ്റൽ പോയിസണുകളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഒരുപാട് നോവൽ ഡ്രഗ് സിസ്റ്റത്തിൽ ഡെവലപ്മെന്റുകൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രഗിന്റെ അസയൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈട്രേഷൻ, ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് മെറ്റൽ ടൈട്രേഷൻ പോലുള്ള അനാലിസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് തെറാപ്പറ്റിക് ടൂൾ ആണ് കേട്ടോ, അതായത് സിട്രേറ്റ്സും EDT ഒക്കെ ഒരു കോംപ്ലക്സ് ഫോം കാരണം ഉണ്ടായതാണ്. അതൊക്കെ ആന്റി കോയാഗുലന്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇവൻ മെഡിക്കൽ ഇമേജിങ്, ഇപ്പൊ കോൺട്രാസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കോംപ്ലക്സേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആപ്ലിക്കേഷൻ ഫുള്ളി ആയി ഇത്രയും പഠിക്കാം, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് അനാലിസിസ് മെത്തേഡ് ഉണ്ട്? ദ ഫസ്റ്റ് വൺ ഈസ് ജോബ്സ് മെത്തേഡ് ഓഫ് കണ്ടിന്യൂസ് വേരിയേഷൻ, അതായത് മെഷർ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി ടു ഡിറ്റർമൈൻ കോംപ്ലക്സേഷൻ. അതായത് നമ്മൾ കോംപ്ലക്സേഷൻ ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എത്രത്തോളം ചേഞ്ച് ആകുന്നുണ്ട് എന്നുള്ള നോക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്ന രീതിയാണ് ജോബ്സ് മെത്തേഡ് ഓഫ് കണ്ടിന്യൂസ് വേരിയേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് pH ടൈട്രേഷൻ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ pH ചേഞ്ച് നമ്മൾ നോക്കും ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ആയിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. അനലൈസ് സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഇംമിസിബിൾ സോൾവെന്റ്സ്. സോ ഇംമിസിബിൾ സോൾവെന്റ്സിൽ ഡിസ്ട്രിബ്യൂഷൻ സൊല്യൂട്ട്സ് എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. ആൻഡ് സോലബിലിറ്റി മെത്തേഡ് ആണ്. എത്രത്തോളം സോലബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കോംപ്ലക്സേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്യാറുണ്ട്. ആൻഡ് സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ് ആണ്. സോ സ്പെക്ട്രോസ്കോപ്പി നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലക്സേഷൻ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതൊക്കെ മെത്തേഡ്സ് ആണ്, എങ്ങനെയൊക്കെ നമുക്ക് കോംപ്ലക്സേഷൻ അറിയാൻ പറ്റും എന്ന് പറയുന്ന മെത്തേഡ്സ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മാക്രോമോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഡ്രഗ് കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ്. സോ ഇത് റിവേഴ്സിബിൾ ആകാം, ഇറിവേഴ്സിബിൾ ആകാം. റിവേഴ്സിബിൾ ആണെങ്കിൽ വീക്ക് ബോണ്ടും, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ കോവാലന്റ് ബോണ്ടും ആയിരിക്കും. ഇനി ഫാർമക്കോകൈനറ്റിക്സ് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്? സോ
ബേസിക്കലി അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എലിമിനേഷനിലൊക്കെ ഈ പ്രോട്ടീൻ ബൈൻഡിങ് ബന്ധമുണ്ട്. അതായത് പ്രോട്ടീൻ ബൈൻഡിങ് കാരണം അബ്സോർപ്ഷൻ വേണമെങ്കിൽ ഡിലേ ആക്കാം, വേണമെങ്കിൽ അബ്സോർപ്ഷനെ ഇൻക്രീസും ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ അത് അഫക്ട് ചെയ്യാം. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൈൻഡിങ് ആണ്. ഇനി ഈ പ്രോട്ടീനും ഡ്രഗും തമ്മിൽ ബൈൻഡ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? അഫിനിറ്റി വേണം, ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം, പേഷ്യന്റ് സ്പെസിഫൈഡ് ലൈക്ക് ഏജ്, ഡിസീസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി എന്തൊക്കെ പ്രോട്ടീൻസ് ആണ് നമ്മളെ ബൈൻഡിന് ഹെൽപ്പ് ചെയ്യുന്നത്? ആൽബുമിൻ, ആൽഫ-1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ലിപ്പോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലോബുലിൻസ് പോലുള്ള പ്ലാസ്മ പ്രോട്ടീൻസും ഇതിൽ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി കോംപ്ലക്സേഷൻ ആൻഡ് ഡ്രഗ് ആക്ഷൻ ആണ്. സോ ഓരോ ഡ്രഗ്സും എങ്ങനെയാണ് എന്നുള്ളതാണ് കോംപ്ലക്സേഷന്റെ കാര്യത്തിൽ. സോ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് ഡ്രഗ്സുകളെ ഇനാക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനെ ഓൾട്ടർ ചെയ്യുകയാണ് ചെയ്യുക. സോ ഓൾട്ടർ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കൂട്ടാം ഇല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളതാണ്. ഡ്രഗ് ആക്ഷൻ ത്രൂ മെറ്റൽ പോയിസണിങ് എങ്ങനെയാണ്? അതായത് കോംപ്ലക്സ് ഫോം ചെയ്തുകൊണ്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതാണ് മെറ്റൽസ് എങ്കിൽ അതിന്റെ പുറത്ത് തന്നെ കോംപ്ലക്സ് ഫോം ചെയ്തുകൊണ്ട് ബോഡി അബ്സോർബ് ആവാതെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് കളയുന്ന പരിപാടിയാണ് ഇവിടെ മെറ്റൽ പോയിസണിങ്ങിൽ നടക്കുന്നത്. ഈ ബയോ അവൈലബിലിറ്റി, സോലബിലിറ്റി ആണ് കോംപ്ലക്സേഷൻ ഓഫ് ഡ്രഗിന്റെ അബ്സോർപ്ഷൻ, ബയോ അവൈലബിലിറ്റിനൊക്കെ അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി തെർമോഡൈനാമിക് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻസ്. സോ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് തെർമോഡൈനാമിക് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ എനർജി ചേഞ്ച്. അപ്പം റിലേറ്റഡ് ടു സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് K by G is equal to -2.303 RT log K. സോ ഇത് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻസ് ആണ്, അതും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് തന്നെയാണ്. പിന്നെ എൻതാൽപി ചേഞ്ച് അതും ബാധിക്കാം എന്നുള്ളതാണ്. ആൻഡ് എട്രോപ്പി ചേഞ്ച് ബാധിക്കാം. ആൻഡ് സ്റ്റെബിലിറ്റി ട്രെൻഡ്സ്, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രോങ് ബൈൻഡിങ് ആണെങ്കിൽ മോർ നെഗറ്റീവ് ആകാം എന്നുള്ളതാണ്. H വാല്യൂം S വാല്യൂം നെഗറ്റീവ് ആകാം എന്നുള്ളതാണ്. സോ ഇത് തെർമോഡൈനാമിക് ട്രീറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് തെർമോഡൈനാമിക്കലി ഉള്ള സിലബസിൽ പറഞ്ഞിട്ടില്ല. സോ ഇത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്, പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ ശ്രമിച്ചു നോക്കൂ കേട്ടോ. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്താണ് പ്രോട്ടീൻ ബൈൻഡിങ്, എന്താണ് കോംപ്ലക്സേഷൻ മനസ്സിലായി. രണ്ടും കൂടി ലിങ്ക് നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.